പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇനി നമുക്കിവിടെ ഈ മൂന്നാമത്തെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 2 പോയിൻറ്റ്സും കൂടി നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് വിത്ത് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞപ്പോൾ 2 ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും. അങ്ങനെ 2 ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ്, ആ ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഫങ്ഷനിൽ കൊടുക്കുമ്പോൾ ആ ഫങ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈം ടൈപ്പിലുള്ള ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്താൽ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്ന് പറയുമ്പോൾ ടൈം നമ്മൾ ഇൻപുട്ട് ചെയ്താൽ ആ ടൈമിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൈമിൻ്റെ ഫോർമാറ്റ് ഹവർ, മിനിറ്റ്, സെക്കൻഡ്. ഹവർ ഉണ്ടാവും, മിനിറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും. അത് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് റിട്ടേൺ ചെയ്യാനുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ കോഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ചല്ല നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ഫങ്ഷൻ, അപ്പോൾ ആ ഫങ്ഷൻ്റെ പേര് ടൈംസെക് എന്നാണ്. അപ്പോൾ ആ ടൈംസെക് എന്നുള്ള ഫങ്ഷനിൽ 3 ഫോർമൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. എച്ച് എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, എം എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്, എസ് എന്ന് പറയുന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. കാണാം. അപ്പോൾ ഈ ഫങ്ഷൻ്റെ പർപ്പസ് എന്താണ്, ടാസ്ക് എന്താണ്? ഒരു ടൈം ടൈപ്പിലുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഈ ഫങ്ഷൻ്റെ ടാസ്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈം എന്ന് പറയുമ്പോൾ ഈ ടൈപ്പിലുള്ള ടൈം ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പർ വാല്യൂ 10, 45, 20 എന്ന് പറയുമ്പോൾ എന്താ 10 അവർ 45 മിനിറ്റ് 20 സെക്കൻഡ്. ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് സെക്കൻഡിലേക്ക്, ഈ ടൈമിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കിയേ, ലോങ് ഇൻറ്റ് S1 is equal to ടൈംസെക് 10, 45, 20. അപ്പോൾ ഈ ടൈംസെക് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഇതിവിടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ ലോങ് ഇൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡാറ്റ ടൈപ്പ് മോഡിഫയർ, ലോങ്, ഷോർട്ട്, സൈന്, അൺസൈൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോങ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഇൻറ്റിൻ്റെ ടൈപ്പ് 4 ആണ്. ഈ ലോങ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് കൂടും. അപ്പോൾ അത് ഇൻറ്റിനേക്കാൾ കൂടുതൽ വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യുക? S1 സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? S1 എന്നുള്ള ഈ വേരിയബിളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഈ ഫങ്ഷൻ കോൾ ചെയ്തപ്പോൾ നമ്മൾ എത്ര വാല്യൂ പാസ് ചെയ്തു? 3 ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്തു. എന്ന് പറയുമ്പോൾ എന്താ, ഈ ആർഗ്യുമെൻറ്റിലെ നമ്മൾ ഒറിജിനൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 10 എന്നുള്ള വാല്യൂ H വരും, 45 എന്നുള്ള വാല്യൂ M വരും, 20 എന്നുള്ള വാല്യൂ S വരും. അല്ലേ? ഈ ഫങ്ഷൻ കോൾ ചെയ്തൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ ഇത്. ഇതേപോലെ ഈ ഫങ്ഷൻ ഇതേപോലെ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, നോ പ്രോബ്ലം. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക, ഫങ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത എന്താ? ഈ ഫങ്ഷൻ കോൾ ചെയ്യുന്നിടത്ത് 2 ആക്ച്വൽ ആർഗ്യുമെൻ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ഒറിജിനൽ ആർഗ്യുമെൻ്റേ ഉള്ളൂ. ശരിക്കും ഇവിടെ 3 ഒറിജിനൽ ആർഗ്യുമെൻ്റ് വേണം. നമ്മൾ എത്രണ്ണേ കൊടുത്തിട്ടുള്ളൂ? 2 കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫങ്ഷൻ വർക്ക് ചെയ്യില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് വരില്ല. ഇതേപോലെ ഈ ഫങ്ഷൻ കോൾ ചെയ്യാൻ പറ്റില്ല.
കാരണം എന്താ, ഇവിടെ 2 ആർഗ്യുമെൻറ്റേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ശരിക്കും എത്ര ആർഗ്യുമെൻറ്റ് കൊടുക്കണം? 3 ആർഗ്യുമെൻറ്റ് കൊടുക്കണം. ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ ആകെ ഒരു ആർഗ്യുമെൻറ്റേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എമ്മിൽക്കും എസ്സിൽക്കും നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? ഇവിടെ 4 ആർഗ്യുമെൻ്റ് ഉണ്ട്. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ 4 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആകെ എത്ര ആർഗ്യുമെൻ്റ് ഉള്ളൂ? 3 ആർഗ്യുമെൻ്റ് ഉള്ളൂ. ഇങ്ങനെയും ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര ഫോർമൽ ആർഗ്യുമെൻ്റ് ഉണ്ടോ അത്രയും ആർഗ്യുമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂസ് പാസ് ചെയ്യണം. ഇതാണ് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ ഇനി നമ്മളിവിടെ ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോളിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്? ഈ ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഫങ്ഷൻസ് വിത്ത് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഫങ്ഷൻസ്. ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്. അതിലൊക്കെ നമ്മൾ പഠിച്ച ടേംസുകളൊക്കെ തന്നെയാണ്. ഫോർമൽ ആർഗ്യുമെൻറ്റ് നമ്മളറിയാം. ഫോർമൽ ആർഗ്യുമെൻ്റ് ഉണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ ഫോർമൽ ആർഗ്യുമെൻ്റ് എവിടെ വരിക? ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡറിലാണ്. ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്താ? ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുന്ന കൺസെപ്റ്റിനല്ലേ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താ, ഫോർമൽ ആർഗ്യുമെൻറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് നമ്മൾ വാല്യൂ കൊടുത്താൽ ആ ആർഗ്യുമെൻ്റ് ഏതായി? ഡീഫാൾട്ട് ആർഗ്യുമെൻ്റായി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷൻ നമ്മൾ വേറൊരു രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചോ. ടൈംസക്ക് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇൻറ്റ് എച്ച്, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻറ്റ് എം ഈക്വൽ ടു 0. എം എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് ഏത് വാല്യൂ കൊടുത്തു? 0 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇതൊരു വേരിയബിൾ ഇനീഷ്യലൈസേഷൻ അല്ലേ? 0 1 2 3 20 എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തത് 0 എന്നാണ്. അപ്പോൾ എം എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് 0 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി എസ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് ഏത് കൊടുത്തു? 0 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫോർമൽ ആർഗ്യുമെൻറ്റാണ്. ഈ 3 ഫോർമൽ ആർഗ്യുമെൻറ്റിലെ അവസാനത്തെ 2 ഫോർമൽ ആർഗ്യുമെൻറ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇതാണെന്ത്? ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ 2 ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്. അതൊക്കെയാ എം എന്നുള്ള ഈ ആർഗ്യുമെൻറ്റും ഡീഫാൾട്ട് ആർഗ്യുമെൻ്റാണ്. എസ് എന്നുള്ള ഈ ആർഗ്യുമെൻറ്റും എന്താണ്? ഡീഫാൾട്ട് ആർഗ്യുമെൻ്റാണ്. ഇനി ഇതിപ്പോൾ ഒരു ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനാണ്. എത്ര? 2 ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നമുക്കതിലേക്ക് പാസ് ചെയ്യാം. നമ്മൾ പറയും നേരത്തെ നമ്മൾ ആ 3 ആർഗ്യുമെൻ്റുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എത്ര ആർഗ്യുമെൻ്റ് അവിടെ പാസ് ചെയ്യണം? 3 ആർഗ്യുമെൻറ്റിലേക്കും വാല്യൂ പാസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? 2 ആർഗ്യുമെൻ്റ് കൊടുത്തുള്ളെങ്കിൽ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. 1 ആർഗ്യുമെൻ്റ് കൊടുത്തതുള്ളെങ്കിലും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ഇനി 4 ആർഗ്യുമെൻ്റ് കൊടുത്താലും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യോ? ഇല്ല. 3 ആർഗ്യുമെൻറ്റിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് വരുമ്പോൾ അതാണ് പറഞ്ഞത്. ഡിഫോൾട്ട് ആർഗ്യുമെന്റ് നമ്മൾ സെറ്റ് ചെയ്ത് ഫംഗ്ഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് അലൗ ദ പ്രോഗ്രാമർ ടു കാൾ എ ഫംഗ്ഷൻ വിത്ത് ഡിഫറെന്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. 3 ആർഗ്യുമെന്റ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ആ 3 ആർഗ്യുമെന്റിലേക്കും വാല്യൂ പാസ് ചെയ്യണമെന്നല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി ക്യാൻ കോൾ ദ ഫംഗ്ഷൻ with or without giving values to the default argument. ഡിഫോൾട്ട് ആർഗ്യുമെന്റിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടും നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം, വാല്യൂ പാസ് ചെയ്യാതെ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം.
ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്ക് ഈ ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പോൾ എമ്മിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടും നമുക്ക് ഫംഗ്ഷൻ കാൾ ചെയ്യാം. അതേപോലെ തന്നെ എസ്സിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടും പാസ് ചെയ്യാതെ നമുക്ക് ഫംഗ്ഷൻ കാൾ ചെയ്യാം. ഒന്നുകൂടെ പറയാം, ഈ ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പോൾ എം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടും വാല്യൂ കൊടുക്കാതെയും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻ കാൾ ചെയ്യുക. അതേപോലെ തന്നെ എസ്സിലേക്ക് വാല്യൂ കൊടുത്തിട്ടും വാല്യൂ കൊടുക്കാതെയും നമുക്ക് ഈ ഫംഗ്ഷൻ കാൾ ചെയ്യാം. ഏത് ഫംഗ്ഷൻ? ഈ ടൈംസെക് എന്നുള്ള ഫംഗ്ഷൻ. എച്ചിലേക്ക് എങ്ങനെയാലും വാല്യൂ പാസ് ചെയ്യണം, കാരണം ഇത് ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് അല്ല. ഈ എമ്മും എസ്സും ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ആയതുകൊണ്ട് ഈ രണ്ട് ആർഗ്യുമെൻറ്റിലേക്കും വാല്യൂ കൊടുത്തിട്ടും വാല്യൂ കൊടുക്കാതെയും ഈ ഫംഗ്ഷൻ കാൾ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതാണ് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുമ്പോൾ നേരത്തെ എഴുതിയ അതേ ഫംഗ്ഷൻ കോളിംഗ് തന്നെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ കാൾ ചെയ്യാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കാൾ ചെയ്യാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കാൾ ചെയ്യാം. ഇവിടെ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്? ഇവിടെ 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ 2 ആർഗ്യുമെൻ്റ് ഉള്ളൂ. ഈ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര ആർഗ്യുമെൻ്റ് ഉള്ളൂ? 1 ആർഗ്യുമെൻ്റ് ഉള്ളൂ. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ കാൾ ചെയ്യാം. അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്, വിച്ച് അലോ ദ പ്രോഗ്രാമർ ടു കാൾ ഫംഗ്ഷൻ വിത്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉള്ളൂ, ഇവിടെ 1 ഉള്ളൂ. എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ആദ്യത്തെ കൺസെപ്റ്റ് നമുക്കറിയാം. ഈ 10 എന്നുള്ള വാല്യൂ എവിടേക്ക് വരും? എച്ചിലേക്ക് വരും. 45 എന്നുള്ള വാല്യൂ എവിടേക്ക് പാസ് ചെയ്യും? എമ്മിലേക്ക് വരും. അങ്ങനെ ഈ 45 എന്നുള്ള വാല്യൂ എമ്മിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എമ്മിൽ ഈ 0 എന്നുള്ള വാല്യൂ ഉണ്ടാവില്ല. പിന്നെ അവിടെ എന്തുണ്ടാവുള്ളൂ? 45 എന്നുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. ഇനി ഈ 20 എന്നുള്ള വാല്യൂ ഇവിടെ വരും, എസ്സിലുണ്ടാവും. അപ്പോൾ ഈ എസ്സിലെ 0 എന്നുള്ള വാല്യൂ പോയിട്ട് ഇനി ഇവിടെ എന്തേ വരുള്ളൂ? 20 എന്നേ വരുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഈ 10 എന്നുള്ള വാല്യൂ എവിടേക്ക് വരും? എച്ചിലേക്ക് വരും. ഈ 45 എന്നുള്ള വാല്യൂ എവിടേക്ക് വരും? എമ്മിലേക്ക് വരും. ഇനി ഇവിടെ അടുത്ത എസ്സിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ എസ്സിൽ ഇപ്പോൾ എന്താണോ ഡീഫോൾട്ടായി കൊടുത്ത വാല്യൂ ആ വാല്യൂ ആണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ എസ്സിൽ എന്തുണ്ടാവും? 0 എന്നുണ്ടാവും. അപ്പോൾ 10 എന്നുള്ളത് ഇവിടെ എച്ചിൽ വരും, 45 എന്നുള്ളത് എമ്മിൽ വരും. എസ്സിൽ എന്താ ഉണ്ടായിരിക്കുക? 0 എന്നുള്ള വാല്യൂ എടുക്കും. അതേപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഈ 10 എന്നുള്ള വാല്യൂ ഇവിടെ വരും, എച്ചിൽ വരും. പിന്നെ എമ്മിൽക്കും എസ്സിൽക്കും വാല്യൂ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ ഡീഫാൾട്ട് വാല്യൂ എമ്മിലത്തെ ഡീഫാൾട്ട് വാല്യൂ അവിടെ എടുക്കും, പിന്നെ എസ്സിലത്തെ ഡീഫാൾട്ട് വാല്യൂ അവിടെ എടുക്കും. അപ്പോൾ ഇവിടെ എമ്മിൽ എന്താ വരിക? 0 എന്നാണ് വരിക. എസ്സിൽ എന്താണ് വരിക? 0 എന്നാണ് വരിക. എച്ചിൽ എന്താ വരിക? 10 എന്നാണ് വരിക. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂ കൊടുത്തിട്ടും ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂ കൊടുക്കാതെയും എന്ത് ചെയ്യുക? ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഇവിടെ 2 ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്കും വാല്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയോ ഒന്നാമത്തെ ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂ കൊടുത്തിട്ടുള്ളൂ, ഇവിടേക്ക് കൊടുത്തിട്ടില്ല, എസ്സിലേക്ക് കൊടുത്തിട്ടില്ല. ഇവിടെയോ 2 ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്കും വാല്യൂ കൊടുത്തിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ് ഇത് ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അങ്ങനെ ഡീഫാൾട്ട് ആർഗ്യുമെൻ്റ് ഉള്ള ഒരു ഫംഗ്ഷന് നമുക്ക് ആ ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂ കൊടുത്തിട്ടും ഡീഫാൾട്ട് ആർഗ്യുമെൻറ്റിലേക്ക് വാല്യൂസ് കൊടുക്കാതെ എന്ത് ചെയ്യുക? ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതുകൊണ്ടാണ് എന്ത് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ കോൾ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാവും. പക്ഷേ ഇതിവിടെ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് അല്ല എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാലും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് നമുക്കിനി ഇതിൽ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻ. വേരിയബിളിൻ്റെയും ഫംഗ്ഷൻ്റെയും സ്കോപ്പ്, അതേപോലെ ലൈഫ് ടൈം എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഈ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്രോഗ്രാം നമ്മളിവിടെ പറയുന്നുണ്ട്. ഈ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൺസെപ്റ്റ് വേരിയബിളിൻ്റെയും ഫംഗ്ഷൻ്റെയും സ്കോപ്പ് അതുപോലെ തന്നെ ലൈഫ് ടൈം നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ക്യൂബ് കാണാനുള്ള പ്രോഗ്രാമാണ്. ക്യൂബ് സ്ക്വയർ എന്ന് പോലെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ 2:2 അല്ലെങ്കിൽ 2² എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? 2² ആകുമ്പോൾ 2 × 2 അല്ലേ, 4² ആകുമ്പോഴോ 4 × 4 അല്ലേ. അതേപോലെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് ഒരു സംഖ്യൻ്റെ നമ്മൾ സംഖ്യ കൊടുത്താൽ ആ സംഖ്യയുടെ ക്യൂബാണ് കാണേണ്ടത്. ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ 2:3, 2⁻3, 2 ക്യൂബ് എന്നും പറയാം. 2:3, 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2, 8⁻3 എന്ന് പറഞ്ഞാൽ 8 × 8 × 8. അപ്പോൾ നമ്മളൊരു നമ്പർ കൊടുത്താൽ ആ നമ്പറിൻ്റെ ക്യൂബ് കാണാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ പ്രോഗ്രാം തന്നെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യൂബ് കാണാൻ വേണ്ടി എന്താണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. ആ ഫംഗ്ഷൻ്റെ പേരാണെന്ത്? ക്യൂബ്. അവിടെ ഒരു ഫോർമൽ ആർഗ്യുമെൻ്റ് ഉണ്ട്, അത് n. ഇനി ആ ഫംഗ്ഷൻ്റെ ഉള്ളിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ത്? CB. അപ്പോൾ ഈ ഫംഗ്ഷനുമായി റിലേറ്റഡ് ആയിട്ട് 2 വേരിയബിളാണ്, n എന്നുള്ള വേരിയബിളുണ്ട്, CB എന്നുള്ള വേരിയബിളുണ്ട്. ഇനി ഇവിടെ ഇതാണ് മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷനിൽ ഇവിടെ 2 വേരിയബിളുണ്ട്, x എന്നുള്ള വേരിയബിളുണ്ട്, റിസൾട്ട് എന്നുള്ള വേരിയബിളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ x എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാ മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. പക്ഷേ ഈ x എന്നുള്ള വേരിയബിൾ എവിടെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? മെയിൻ എന്നുള്ള ഫംഗ്ഷനിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള CB എന്നുള്ള വേരിയബിൾ ഉണ്ടല്ലോ, ആ വേരിയബിൾ മെയിൻ എന്നുള്ള ഫംഗ്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് സ്കോപ്പ്, അതാണ് ലൈഫ് ടൈം ഒരു വേരിയബിളിൻ്റെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ വരും. കാരണം ഈ x എന്നുള്ളത് ഏത് ഫംഗ്ഷനിലാണ് കിടക്കുന്നത്? മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ വരും. കാരണം ഈ CB എന്നുള്ളത് എവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷനിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. This is an error because the variable x is declared within the main function. ഇനി അടുത്ത പോയിന്റ് എന്താ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു എറർ വരും. This is an error because the variable CB is declared within the cube function. ഇവിടെ ഈ CB എന്നുള്ളത് ക്യൂബ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ x എന്നുള്ളതോ ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം എന്താ വെച്ചാൽ അതാണ് ഈ സ്കോപ്പിനെ കുറിച്ചും ലൈഫ് ടൈമിനെ കുറിച്ചും ഒരു ഐഡിയ വേണമെന്ന് പറയുന്നത്. എല്ലാ വേരിയബിളും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ല, എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒറ്റ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇത് താഴെ എഴുതേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇതൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ 2 പാർട്ടാക്കി എഴുതുന്നുള്ളൂ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇങ്ങനെ അങ്ങ് വരികയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തുടങ്ങും. ഇതൊരൊറ്റ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ തന്നെയാണ് ഈ 2 വേരിയബിളും എന്ന് കരുതി നമുക്ക് ഈ 2 വേരിയബിളും ഏത് സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ, വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ the concept of availability or accessibility of functions and variables is termed as their scope and lifetime. The concept of availability, ഒരു വേരിയബിൾ എവിടെയെല്ലാം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് എവിടെയെല്ലാം അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ എവിടെയെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് എവിടെയെല്ലാം ആക്സസ് ചെയ്യാം, ആ ഒരു കൺസെപ്റ്റ് ഇല്ലേ, ആ കൺസെപ്റ്റിനെ പറയുന്ന പേരാണെന്ത്? സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ടൈം. ഇനി ഇതിന് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകണം.
ഒരു ബേസിക് കൺസെപ്റ്റ് ഇവിടെ കിട്ടും. അത്രേ ഉള്ളൂ. ഇവിടെ ഈ എക്സിനെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഈ എക്സ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അതേപോലെ ക്യൂബ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈ സി ബി എന്നുള്ള ഈ വേരിയബിൾ ഇല്ലേ, ഈ സി ബി എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ അവൈലബിൾ ആവില്ല. ഈ സി ബി എന്നുള്ള വേരിയബിൾ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഈ സി ബി എന്നുള്ള വേരിയബിൾ എവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി അതെന്താണ്, അതിൻ്റെ ഓരോ പ്രത്യേകതകൾ എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ദ അവൈലബിലിറ്റി ഓർ ആക്സസിബിലിറ്റി ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ഈസ് ടേംഡ് ആസ് ദെയർ സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം. നേരത്തെ എഴുതിയ പ്രോഗ്രാം തന്നെയാണ്. The scope of a variable is the range of program statement that can access that variable. ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം പാർട്ട് ഉണ്ടല്ലോ, പ്രോഗ്രാം റേഞ്ച് ഉണ്ടല്ലോ, അതിനെയാണ് ആ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞത്. ഇതൊരു പ്രോഗ്രാമാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഇതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഇവിടെ ഈ സി ബി എന്ന് പറയുന്ന ഈ വേരിയബിൾ ഇല്ലേ, ഈ വേരിയബിൾ ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറയുമ്പോൾ ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ സി ബി എന്നുള്ള ഈ വേരിയബിൾ ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷനിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ മുതൽ ഇവിടം വരെയാണ് എന്ത്, ഈ സി ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്കോപ്പ്. അതാ പറഞ്ഞത്, ദ സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ദ റേഞ്ച് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ക്യാൻ ആക്സസ് ദാറ്റ് വേരിയബിൾ. അപ്പോൾ ഈ സി ബി എന്നുള്ള വേരിയബിൾ ഇവിടെ മുതൽ ഇവിടം വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇതിന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ റേഞ്ചിന് പുറത്ത് ഈ സി ബി എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. The lifetime of a variable is the interval of time in which storage is bounded to the variables. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സി ബിയുടെ ലൈഫ് ടൈം ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുമ്പോഴുള്ളൂ ഏത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, സി ബി എന്ന് പറയുന്ന മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഇനി നേരെ ഇതിലുള്ള മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വരുമല്ലോ, അതോടുകൂടി ഈ സി ബി എന്നുള്ള മെമ്മറി ഫ്രീ ആവും. പിന്നെ അവിടെ സി ബി എന്നുള്ള മെമ്മറി അവിടെ ഉണ്ടാവില്ല, വേരിയബിൾ അവിടെ ഉണ്ടാവില്ല. ഈ സി ബി എന്നുള്ള മെമ്മറി ജനറേറ്റ് ചെയ്യുക ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ സി ബി എന്നുള്ള മെമ്മറി ജനറേറ്റ് ചെയ്യുള്ളൂ. ഇനി ഈ ഫംഗ്ഷന് പ്രോഗ്രാം കൺട്രോൾ പുറത്തേക്ക് വന്നാൽ അതോടുകൂടി ഈ സി ബി എന്നുള്ള മെമ്മറി ഫ്രീ ആവും. വീണ്ടും ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഈ സി ബി എന്നുള്ള മെമ്മറി വീണ്ടും ജനറേറ്റ് ചെയ്യും. അതാണ് ലൈഫ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ഈസ് ദ interval of time in which storage is bounded to the variable. ഇനി നമുക്ക് ഈ വേരിയബിളിൻ്റെ സ്കോപ്പ് രണ്ട് ടൈപ്പിലുണ്ട്. There are mainly two types of variable scopes, global scope and local scope. ഒന്നാമത്തത് ലോക്കൽ സ്കോപ്പ്, ലോക്കൽ വേരിയബിൾ എന്നും പറയട്ടോ, ലോക്കൽ സ്കോപ്പ്, അതേപോലെ തന്നെ ഗ്ലോബൽ സ്കോപ്പ്. വേരിയബിളിൻ്റെ സ്കോപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. ലോക്കൽ സ്കോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അത് ആ വേരിയബിൾ ആക്സസ് ചെയ്യുന്ന, ആ വേരിയബിൾ റീഡ് ചെയ്യാൻ പറ്റുന്ന, എവിടെയെല്ലാം ആ വേരിയബിൾ റീഡ് ചെയ്യാം, എവിടെയെല്ലാം ഒരു വേരിയബിൾ ആക്സസ് ചെയ്യാം, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ രണ്ട് കാറ്റഗറി വന്നിട്ടുള്ളത്. ലോക്കൽ സ്കോപ്പ് എന്നുള്ള കാറ്റഗറിയും ഗ്ലോബൽ സ്കോപ്പ് എന്നുള്ള കാറ്റഗറിയും. ഇനി അതിലെ ഒന്നാമത്തെ ലോക്കൽ സ്കോപ്പ്. ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ
വേരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ആർ സെഡ് ടു ബി ലോക്കൽ ടു ദോസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ എഴുതിയ അതേ പ്രോഗ്രാം കോഡ് തന്നെയാണിത്. ഇപ്പോൾ ഇവിടെ ഈ എൻ എന്ന് പറയുന്നതും CB എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഇല്ലേ, ഈ രണ്ട് വേരിയബിളും ലോക്കൽ വേരിയബിളാണ് അല്ലെങ്കിൽ ലോക്കൽ സ്കോപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ N എന്നുള്ള വേരിയബിളും CB എന്നുള്ള വേരിയബിളും ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. N എന്നുള്ള വേരിയബിളും CB എന്നുള്ള വേരിയബിളും അത് പറഞ്ഞത് വേരിയബിൾ ഡിഫൈൻഡ് വിത്തിൻ എ ഫംഗ്ഷൻ. അപ്പോൾ ഈ ക്യൂബ് എന്നുള്ള വേരിയബിൾ ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷനിലാണ് N എന്നുള്ള വേരിയബിളും അതേപോലെ തന്നെ CB എന്നുള്ള വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓർ പിന്നെ അടുത്ത് നോക്കിയത് വേരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. ഇത് അവിടെ മുതൽ ഇവിടം വരെ ഇതൊരു ബ്ലോക്കല്ലേ, ഈ ബ്ലോക്കിലാണ് ഈ CB എന്നുള്ള ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് CB എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ CB എന്നുള്ളതും N എന്നുള്ളതും ഏതാണ്? ലോക്കൽ വേരിയബിളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേരിയബിളും ഈ ഫംഗ്ഷന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റൂല, ആക്സസ് ചെയ്യാൻ പറ്റൂല. Hence, these variables cannot be used outside the function. ഈ ഫംഗ്ഷന് പുറത്ത് ഈ N എന്നുള്ള വേരിയബിളും CB എന്നുള്ള വേരിയബിളും ഉപയോഗിക്കാൻ പറ്റൂല. ഇപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറയാം. അതേപോലെ ഇവിടെ ഇതാ ഈ എക്സും റിസൾട്ടും ഇതും ലോക്കൽ വേരിയബിളാണ്, ലോക്കൽ സ്കോപ്പാണെന്ന് പറയുമ്പോൾ എന്താ, ഈ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എക്സ് എന്നുള്ള വേരിയബിളും റിസൾട്ട് എന്നുള്ള വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാത്രമേ ഏത് വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ് എന്നുള്ള വേരിയബിളും റിസൾട്ട് എന്നുള്ള വേരിയബിളും റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഫംഗ്ഷന് പുറത്ത് എക്സ് എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഫംഗ്ഷന് പുറത്ത് CB എന്നുള്ള വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ CB എന്നുള്ള വേരിയബിൾ ഇവിടെ ഉപയോഗിച്ചത് എററാണ്, എക്സിക്യൂഷൻ നടക്കില്ല, സിൻടാക്സ് എററാണ്. അതേപോലെ തന്നെ ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ പറഞ്ഞത് ഇൻ ദ ഗിവൺ പ്രോഗ്രാം ദ സ്കോപ്പ് ഓഫ് ദ വേരിയബിൾ CB ഈസ് ഇൻ ദ ക്യൂബ് ഫംഗ്ഷൻ. ഈ CB എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ സ്കോപ്പ് എവിടെയാണ്? ഈ ക്യൂബ് ഫംഗ്ഷനിലാണ്, ഇവിടെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. കാരണം എന്താ, ഈ CB എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സ്കോപ്പ് ഈ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ്, ഇവിടം മുതൽ ഇവിടം വരെ. വേറെ എവിടെയും ഈ CB എന്നുള്ള വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഏത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? CB എന്ന് പറയുന്ന CB എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഗ്ലോബൽ സ്കോപ്പ്. ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ലോക്കൽ സ്കോപ്പ് ആണെങ്കിൽ എന്താണ്, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആ വേരിയബിൾ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ അതിന് അലോക്കേറ്റ് ചെയ്തുള്ളൂ. ആ ഫംഗ്ഷന് പുറത്ത് വരുമ്പോൾ ആ ഫംഗ്ഷനിലുള്ള മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി ലൊക്കേഷൻ ഫ്രീ ആവും. പക്ഷേ അടുത്തത് ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്ലോബൽ സ്കോപ്പിൻ്റെ പ്രത്യേകത എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ഒരു വേരിയബിൾ ഇതുവരെ നമ്മളൊരു പ്രോഗ്രാമിലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്ന് പറയുമ്പോൾ യൂസിങ് നെയിം സ്പേസ് STD എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ എന്താ പ്രത്യേകത, ആ വേരിയബിളിന് ആ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം മുതൽ അവസാനം വരെ എവിടെ വേണമെങ്കിലും ആ വേരിയബിളിനെ ഉപയോഗിക്കാൻ പറ്റും. Variables are declared at the top of the program outside all of the function or block. Example, ഇവിടെ ശ്രദ്ധിക്കുക, ഇതാ യൂസിങ് നെയിം സ്പേസ് STD എന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഇൻറ്റ് CB X. അപ്പോൾ ഈ CB എന്നുള്ള വേരിയബിളും X എന്നുള്ള വേരിയബിളും ഗ്ലോബൽ സ്കോപ്പാണ്.
ഇനി ഈ സി ബി എന്നുള്ള വേരിയബിളിനെയും എക്സ് എന്നുള്ള വേരിയബിളിനെയും ഈ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് എക്സിക്യൂഷൻ, ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ എന്താ, പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ മുതലാണ് അല്ലേ. എന്നിട്ട് പിന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തിന് അലോക്കേറ്റ് ചെയ്ത് കിട്ടും, ഈ സി ബി എന്ന് പറയുന്ന മെമ്മറിയും അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന മെമ്മറിയും അലോക്കേറ്റ് ചെയ്ത് കിട്ടും. ഇനി ഈ രണ്ട് വേരിയബിളാണ് എന്ത്, ഗ്ലോബൽ സ്കോപ്പ്, ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഈ രണ്ട് വേരിയബിളിനെ ഈ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ വേരിയബിളിനെ ഉപയോഗിക്കാം. ഗ്ലോബൽ വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനി പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും ആ വേരിയബിൾസിനെ അല്ലെങ്കിൽ ആ ഗ്ലോബൽ സ്കോപ്പുള്ള വേരിയബിൾസിനെ ഉപയോഗിക്കാം. They are available throughout the lifetime of the program. എന്ന് പറയുമ്പോൾ എന്താ, ആ വേരിയബിളിൻ്റെ മെമ്മറി എന്ന് പറയുമ്പോൾ ആ മെമ്മറി എപ്പോഴാണ് ഫ്രീ ആവുക, ആ പ്രോഗ്രാം അവസാനിക്കുമ്പോഴാണ് ഫ്രീ ആവുക. പക്ഷെ ലോക്കൽ സ്കോപ്പ് അങ്ങനെയല്ല, ആ ഫംഗ്ഷൻ അവസാനിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ആ മെമ്മറി ഫ്രീ ആവും. ഗ്ലോബൽ സ്കോപ്പ് ആകുമ്പോഴോ പ്രോഗ്രാം അവസാനിക്കുമ്പോഴുള്ളൂ ആ മെമ്മറി ഫ്രീ ആവുള്ളൂ. ഇനി ഇതേപോലെ നമ്മളിതിപ്പോൾ വേരിയബിളിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ഫംഗ്ഷൻ്റെ കേസ്, ലോക്കൽ ഫംഗ്ഷൻ. ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഒരു ഫംഗ്ഷൻ്റെ ബോഡി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റിൽ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ആ ബി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ലോക്കൽ ഫംഗ്ഷൻ. അപ്പം എന്താ, ആ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ബോഡി ഓഫ് അനദർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ കൊടുത്താൽ, ഡിക്ലെയർ ചെയ്താൽ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്താൽ ആ ഉള്ളിലത്തെ ഫംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓൺലി. അപ്പോൾ ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തത് ആ ഫംഗ്ഷനിൽ മാത്രമേ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തതെങ്കിൽ ആ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഗ്ലോബൽ ഫംഗ്ഷൻ. A function declared outside the function body of any other function is called global function. എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത്, ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തില്ല, അതേപോലെ എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ, ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്, ഗ്ലോബൽ ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ, ആ ഫംഗ്ഷനെ ആ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. എ ഗ്ലോബൽ ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. ഇതാണ് ഗ്ലോബൽ ഫംഗ്ഷൻ. ഇനി ജസ്റ്റ് ഒരു കമ്പാരിസൺ, ഇത് എക്സാമിന് ചോദിക്കുന്നൊരു കമ്പാരിസണാണ് ഇനി അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ഈ സ്കോപ്പും ലൈഫ് ടൈമും, വേരിയബിളിൻ്റെയും ഫംഗ്ഷൻ്റെയും. വേരിയബിളിൻ്റെ സ്കോപ്പും ലൈഫ് ടൈമും പഠിച്ചു, ഫംഗ്ഷൻ്റെയും സ്കോപ്പും ലൈഫ് ടൈമും പഠിച്ചു. രണ്ടും രണ്ട് ടൈപ്പാണ്. ഇത് ലോക്കലുണ്ട്, ഗ്ലോബലുണ്ട്. അപ്പോൾ അതിൽ വേരിയബിളിൻ്റെ കേസ് പറയുമ്പോൾ അത് ലോക്കൽ സ്കോപ്പ് ആണെങ്കിൽ എന്താ പ്രത്യേകത, ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലോ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ. അതിൻ്റെ പ്രത്യേകത എന്താണ്, ആ വേരിയബിൾ എവിടെ മാത്രമേ അവൈലബിൾ ആവുള്ളൂ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. പിന്നെ മെമ്മറി അലോക്കേഷൻ എന്താ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ദ ഫംഗ്ഷൻ
or block is activate and free when the execution of the function or block is completed. ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക ആ ബ്ലോക്കോ ആ ഫംഗ്ഷനോ ആക്റ്റീവ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ആ ഫംഗ്ഷൻ അവസാനിച്ചാലോ അല്ലെങ്കിൽ ആ ബ്ലോക്ക് അവസാനിച്ചാലോ ആ മെമ്മറി എന്ത് ചെയ്യും, ഫ്രീ ആവും. പക്ഷെ ഇതല്ല ഗ്ലോബൽ വേരിയബിൾസിൻ്റെ കേസിൽ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താ, ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷനെയും പുറത്ത് ഡിക്ലെയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ വേരിയബിളിനെ ഏത് ഫംഗ്ഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. അവൈലബിൾ ടു ആൾ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഇനിയോ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ജസ്റ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഫ്രീഡ് വെൻ ദ പ്രോഗ്രാം ഈസ് സ്റ്റോപ്സ് എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പിന്നെ ആ അലോക്കേഷൻ എപ്പോഴാണ് ഫ്രീ ആവുക, ആ പ്രോഗ്രാം അവസാനിക്കുമ്പോഴാണ് ഫ്രീ ആവുക. ഇനി ഫംഗ്ഷൻ്റെ കേസിൽ ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിഫൈൻഡ് ആഫ്റ്റർ ദ കോളിംഗ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക, അതാണെന്ത്, ലോക്കൽ ഫംഗ്ഷൻ. ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ ഡിക്ലെയർഡ് ഓർ ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫംഗ്ഷൻസ്. ഇനി ഈ ലോക്കൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ, ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്. ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ആ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗ്ലോബൽ ഫംഗ്ഷൻ ആണെങ്കിലോ ആക്സസിബിൾ ബൈ ആൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ഏത് ഫംഗ്ഷൻ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു.